ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജുകൾ സർക്കാർ വെട്ടിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണം. കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നും സുരേന്ദ്രൻ കാസർഗോഡ് ആവശ്യപ്പെട്ടു. 4 വർഷത്തിലധികം ഈ റിപ്പോർട്ടിന് മേൽ അടയിരിക്കാൻ മറ്റെന്ത് ന്യായീകരണമാണ് സർക്കാരിന് സമർപ്പിച്ചതിന് ശേഷം ആവശ്യത്തിൽ കൂടുതൽ ഭാഗങ്ങൾ പറഞ്ഞതിൽ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിക്കളയാൻ ആരാണ് അവരെ ചുമതലപ്പെടുത്തിയത്? പരാതി ലഭിച്ചാലേ കേസെടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഒരു കമ്മിറ്റിയെ വെച്ചത്? സുരേഷ് ചേർന്നു. ദിസ്നായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിലും കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റിയത് ആരൊക്കെയോ സംരക്ഷിക്കാനാണ് എന്നുള്ള രീതിയിൽ വലിയ വിവാദം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ പ്രസ്താവനകളും വരുന്നുള്ളൂ. ബി.ജെ.പിയുടെ ഔദ്യോഗിക പ്രസ്താവന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഈ സർക്കാരിന്റെ നിലപാടിൽ ആശങ്കയുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് കെ. സുരേന്ദ്രൻ പറഞ്ഞത്? തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഇപ്പോൾ കാസർഗോഡ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത് 4 വർഷത്തിലേറെയായി ഈ റിപ്പോർട്ടിന്മേൽ യാതൊരു തരത്തിലുള്ള അതായത് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പേജുകൾ വെട്ടിയതിന് ഗൂഢാലോചനയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇടതു വനിതാ സംഘടനകൾ ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല എന്നും അദ്ദേഹം കാസർഗോഡ് വളരെ വ്യക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം വ്യക്തമാക്കിയത് അടിയന്തരമായി ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് കെ. സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടിലുള്ള പല പേജുകളും വ്യക്തമാക്കി അതിനു പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷയാകട്ടെ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വമേധയാൽ കേസ് എടുക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നൊരു കാര്യം തന്നെയാണ് സാധ്യതയും വ്യക്തമാക്കിയത്. താൻ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം കൃത്യമായ നടപടി എടുക്കും. മാത്രമല്ല ഈ പരാതിക്കാർ ആധികാരികമായി പരാതി തന്നാൽ മാത്രം ഈ കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു പരാമർശമൊക്കെ തന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കെ. സുരേന്ദ്രൻ അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളോട് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സംഘടനകൾ മറ്റൊരു പ്രശ്നം വരുമ്പോൾ വലിയ രീതിയിൽ അത് ചർച്ചയാക്കുകയും പരാതി പറയുകയും ചെയ്യുന്ന ഈ സംഘടനകളൊന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രതികരിക്കാത്തത് എന്ന് തന്നെയാണ് കെ. സുരേന്ദ്രൻ ചോദിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ശരി.